ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഓർത്തോപെഡിക് സർജൻ. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അസ്ഥികളുടെ ബലക്ഷയം അഥവാ ഓസ്റ്റിയോപൊറോസിസ് എന്ന വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. ശരീരത്തിലെ എല്ലുകളുടെ ബലം കുറയുക, പ്രായമായി വരുന്നതിനനുസരിച്ച് പഴയ ബലം ഇല്ലാതെ എല്ലുകളുടെ ബലം കുറഞ്ഞ് ഫ്രാക്ചർ ഉണ്ടാവാനും ബോൺ പെയിൻസ് ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ടാക്കുന്ന വളരെ സർവ്വസാധാരണമായ ഒരു അസുഖമാണ് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥികളുടെ ബലക്ഷയം. ചെറുപ്പത്തിൽ എല്ലാവരുടെയും ബോൺ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കും, പ്രത്യേകിച്ച് എക്സസൈസും നല്ല ആക്ടിവിറ്റിയുള്ള ആൾക്കാർ. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ജനറൽ ആക്ടിവിറ്റി കുറയുകയും ബോൺ ഫോം ചെയ്യുന്നതിൻ്റെ ശക്തി കുറയുകയും അതേസമയം ബോൺ റിസോർപ്ഷൻ കൂടുതലാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുന്നുണ്ട്. ഇത് എല്ലാവർക്കും ബാധിക്കുന്നുണ്ടെങ്കിലും സ്ത്രീകളിലാണ് ഇത് വളരെ കൂടുതൽ ബാധിക്കാറ്. കാരണം സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺ ഒരു ബോണിൻ്റെ സ്ട്രെങ്ത് നിലനിർത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. ഒരു പ്രായം കഴിഞ്ഞ് ആർത്തവം വിരാമം സംഭവിക്കുമ്പോൾ സഡനായിട്ട് ഈസ്ട്രജൻ ഹോർമോണിൽ കാര്യമായ കുറവൊന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകളിൽ നേരത്തെ തന്നെ ഈ അസ്ഥികളുടെ ബലക്ഷയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരിൽ കുറച്ച് വൈകി 70 വയസ്സാവുമ്പോൾ അവർക്കും ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസ്റ്റിയോപൊറോസിസിനൊക്കെ പറയും പ്രൈമറി ഓസ്റ്റിയോപൊറോസിസ്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഓസ്റ്റിയോപൊറോസിസ് പറയും പോസ്റ്റ് മെനോപോസൽ ഓസ്റ്റിയോപൊറോസിസ്. ഇനിയൊരു വിഭാഗം ഉള്ളത് സെക്കൻഡറി ഓസ്റ്റിയോപൊറോസിസ് ആണ്. ഇതിന് ചില കാരണങ്ങൾ ഉണ്ടാവുന്ന ഓസ്റ്റിയോപൊറോസിസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സ്റ്റീറോയിഡ്, ഓവർ യൂസ് ഓഫ് സ്റ്റീറോയിഡ്സ്. ആസ്മ പോലെയുള്ള അസുഖങ്ങൾക്ക് കഴിക്കുന്ന സ്റ്റീറോയിഡ് ഗുളികകൾ കൂടുതൽ കഴിച്ചാൽ ഇങ്ങനെ അസ്ഥികളുടെ ബലക്ഷയം നേരത്തെ തന്നെ ഉണ്ടാകാം. വേറെ പല ഹോർമോണൽ വേരിയേഷൻസും, തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, ചില രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ, അങ്ങനെ പല ആൾക്കാർക്കും ഇങ്ങനെ സെക്കൻഡറി ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥികളുടെ ബലക്ഷയം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇതിന് പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഇല്ല. ഈ അസുഖത്തിന് രോഗിക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവണം എന്നില്ല, ആദ്യകാലങ്ങളിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഒരു വീഴ്ചയോ മറ്റോ പറ്റി എല്ല് പൊട്ടുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത് വന്നത് എന്ന് മനസ്സിലാവുക. ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതിന് എക്സ്റേ പോരാ. എക്സ്റേയിൽ ഇത് ഡിറ്റക്റ്റ് ആവാൻ വളരെ സമയമെടുക്കും. ഒരു പ്രത്യേകതരം സ്കാൻ കോൾഡ് ഡെക്സാ സ്കാൻ ആണ്. CT സ്കാനും MRI അല്ല, ഡെക്സാ സ്കാൻ എന്ന് പറയും. ഇതുകൊണ്ട് ശരീരത്തിലെ ബോണിൻ്റെ ശക്തി, ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ T സ്കോർ എന്നൊക്കെ പറയും. ഈ T സ്കോർ -1 കൂടുതലായിരിക്കണം. കുറയുന്നതിനനുസരിച്ച് ഓസ്റ്റിയോപൊറോസിസിൻ്റെ കാഠിന്യം മനസ്സിലാക്കാം. ചില പ്രത്യേകതരം അൾട്രാസൗണ്ട് ടെസ്റ്റ് കൊണ്ടും ഓസ്റ്റിയോപൊറോസിസ് കണ്ടുപിടിക്കാം. ഇനി ഈ ഓസ്റ്റിയോപൊറോസിസ് കൊണ്ട് എന്താണ് കുഴപ്പം? വേദനയൊന്നുമില്ലല്ലോ, അങ്ങനെ കരുതാൻ പറ്റില്ല. പ്രായമായവരിൽ അല്ലെങ്കിൽ ഈ ഓസ്റ്റിയോപൊറോസിസ് ബാധിച്ച ആൾക്കാർക്ക് ചെറിയ വീഴ്ചകൾ, ഈവൻ വീഴ്ച കൂടാതെ തന്നെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലുള്ള എല്ലുകൾ പൊട്ടുവാനുള്ള സാധ്യതയുണ്ട്. 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ കൈകുത്തി വീഴാൻ പോകുമ്പോൾ കൈകുത്താനാണ് സാധ്യത. അങ്ങനെ ഉണ്ടാകുന്ന ഫ്രാക്ചർ, റിസ്റ്റ് ഫ്രാക്ചർ, കോളിസ് ഫ്രാക്ചർ, ഇത് വളരെ സർവ്വസാധാരണമായി കാണുന്നു. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ഓസ്റ്റിയോപൊറോസിസ് ആണ്. ഇനി ഈ പ്രായമാകുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് കൂന് വരുന്നത് കണ്ടിട്ടുണ്ട്. അത് ഈ എല്ലുകളുടെ നട്ടലിൻ്റെ ബലക്ഷയം കൊണ്ടും ഓസ്റ്റിയോപൊറോസിസ് ബാധിച്ചിട്ട് ചെറിയ ചെറിയ ഫ്രാക്ചറുകൾ ഉണ്ടായിട്ടാണ്. അവർക്ക് സ്ഥിരം നടുവേദന ഇതെല്ലാം ഉണ്ടാവും. ഇനി ഇതിനേക്കാളെല്ലാം ഗുരുതരമായ ഒരു സ്ഥലമാണ് ഹിപ്പ്. ഹിപ്പിൽ ഫീമറൽ ബോൺ, നെക്കും ട്രൊക്കാൻഡ്രിക് റീജിയൻ, ഹെഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ,
ഈ ഭാഗത്ത് ഫ്രാക്ചർ ഉണ്ടാവാൻ വളരെയധികം പോസിബിലിറ്റി ഉണ്ട് ഈ ഓസ്റ്റിയോപൊറോസിസ് വന്ന ആൾക്കാർക്ക്. ബാത്റൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകുമ്പോൾ എല്ല് പൊട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വീഴുക എന്ന് പറയും. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഈ ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥികളുടെ ബലക്ഷയം വളരെ സർവ്വസാധാരണമാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് സംശയമുള്ള ആൾക്കാരിൽ നേരത്തെ കണ്ടുപിടിച്ച് അതുപോലെ തന്നെ വരാതിരിക്കുവാൻ ലൈഫ് സ്റ്റൈലിൽ എക്സർസൈസ്, കാൽസ്യം, വൈറ്റമിൻ ഡി തുടങ്ങിയ മരുന്നുകൾ സപ്ലിമെൻറ്റ്സ് കഴിച്ച് ഓസ്റ്റിയോപൊറോസിസ് ഇല്ലാതെ വരുന്നതിന് നോക്കുന്നതിനും എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ചികിത്സകൾ വിധി ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം അത് ഡോക്ടേഴ്സ് ചെയ്യേണ്ട മരുന്നുകളാണ്. ഇത്രയുമാണ് എനിക്ക് അസ്ഥികളുടെ ബലക്ഷയം അഥവാ ഓസ്റ്റിയോപൊറോസിനെ പറ്റി നിങ്ങളോട് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം.